യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് PJ കുര്യന് അതേ വേദിയിൽ മറുപടി നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ സമ്പൂർണ്ണ പരാജയത്തിനു കാരണം തന്നെ അവഗണിച്ചതാണെന്നും PJ കുര്യൻ കോൺഗ്രസ് സമര സംഗമത്തിൽ പറഞ്ഞു. അതേസമയം കോൺഗ്രസിലെ ക്ഷുഭിത യൗവനങ്ങൾ PJ കുര്യനെതിരെ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുക മാത്രമല്ല SFIയെ പുകഴ്ത്തിക്കൊണ്ടുമായിരുന്നു PJ കുര്യന്റെ പ്രസംഗം. നേതൃത്വത്തിൽ നിന്നും വേണ്ട നിലയിൽ പരിഗണന ലഭിക്കാത്തതും തന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നതിലുള്ള പരിഭവവുമാണ് PJ കുര്യന്റെ വാക്കുകളിൽ തെളിയുന്നത്. SFIയെ ഉയർത്തിക്കാട്ടി യൂത്ത് കോൺഗ്രസിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം പരാമർശിച്ച് അടൂർ പ്രകാശ് അടക്കം നേതാക്കളെയുമാണ് മുതിർന്ന നേതാവ് വിമർശിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കും എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്, അഗ്രസീവായ യൂത്തിനെ അവരുടെ കൂടെ നിർത്തുന്നു. KPCC പ്രസിഡന്റ്, UDF കൺവീനർ എന്നിവരടക്കം നേതാക്കൾ വേദിയിലിരിക്കെയായിരുന്നു വിമർശനം. താൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ പോയ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ 3 സീറ്റുകളിൽ UDF വിജയിക്കുമായിരുന്നുവെന്നും PJ കുര്യൻ പറഞ്ഞു. കഴിഞ്ഞ തവണ അനിൽകുമാറും അടൂർ പ്രകാശും ഇരിക്കുന്ന ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ 3 പേർ ഉറപ്പായി ജയിച്ചേനെ. അത് ഞാൻ ഇവിടെ പരസ്യമായി ഇപ്പോൾ പറയുന്നില്ല, കേട്ടില്ല. ഈ ജില്ലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി. അനന്തരഫലം പിന്നീട് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് വിമർശനങ്ങളെ ശിരസാവഹിക്കുന്നുവെന്ന മുഖവരയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയത്. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ വീണ്ടും ടിവിയിൽ കാണിച്ചുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് വിജയ് ഇന്ദുചൂടനെ കരുതൽ തടങ്കലിലാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് ഒപ്പം ചേർത്തിട്ടുള്ളത്. കണ്ണുള്ളവർ കാണട്ടെ എന്ന പരിഹാസരൂപേണയുള്ള വാചകവും കുറിപ്പിലുണ്ട്. വിമർശനവും മറുപടിയും വാർത്തയായതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയൊരു വിഭാഗവും PJ കുര്യനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.